ഇനി ഒരു കൊച്ചുമിടുക്കനെ കാണാം. മിമിക്രി കലയെ നെഞ്ചോട് ചേർത്ത ഒരു കലാകാരൻ. ഇടുക്കി തൊടുപുഴ ഇടവെട്ടിയിൽ സെറിബ്രൽ പാൾസി രോഗബാധിതനായ ആസിഫ് മുഹമ്മദ് ഇപ്പോൾ നാട്ടിലെ താരമാണ്. സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന ആസിഫിന് പക്ഷേ ആ സ്വപ്നം കയ്യെത്തും ദൂരത്തല്ല. ആസിഫിന്റെ സ്വപ്നങ്ങളിലേക്കും വിശേഷങ്ങളിലേക്കും ഇനി. അപ്പറഞ്ഞത് 100% ശരിയാണ്. കാരണം ജനങ്ങളാണ് എൻ്റെ ഒരു എനർജി. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഇത്ര എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. വളരെ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുള്ളാണ്. അഞ്ജലിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം. എന്താ നിങ്ങൾ മിസ്സല്ലേ മിസ്, ആ മിസ്സിനോട് എന്നെ പറ്റി ഒന്ന് പൊക്കി പറയണം. ജനിച്ച നാൾ മുതൽ ഒറ്റക്കിടപ്പായിരുന്നു ആസിഫ്. 11ാം വയസ്സ് വരെ ആസിഫ് നടന്നില്ല. വിദഗ്ധ ചികിത്സകൾക്കും ഒട്ടനവധി ഓപ്പറേഷനുകൾക്കും ശേഷം ആസിഫ് ജീവിതത്തിലേക്ക് നടന്നു കയറി തുടങ്ങി. പഠനകാലത്തെപ്പോഴോ മിമിക്രി എന്ന കലാരൂപം ആസിഫിന്റെ മനസ്സിൽ കയറിക്കൂടി. ചിട്ടയായ പരിശീലനത്തിലൂടെ ആ കഴിവിനെ പാകപ്പെടുത്തി. ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചേ. പിന്നെ കോമഡി ഉത്സവം ഭയങ്കര ഇൻസ്പയർ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഷീജാത്ത 10ാം വാർഡിലെ ഞാൻ മെമ്പറായിരുന്നു. അപ്പൊ ഷീജാത്ത അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു എന്നെ ഇങ്ങനെ ഉള്ള കഴിവ് കണ്ടുപിടിച്ചിട്ട്. അപ്പം ഇങ്ങനെ പല പരിപാടിക്കും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ തരും. അപ്പൊ എനിക്കൊരു മോട്ടിവേഷനായി. അങ്ങനെ എനിക്ക് ഇങ്ങനെ ലോകത്തോട് എൻ്റെ കാര്യം, എന്നെ പോലെയുള്ള കുട്ടികളുടെ കാര്യമൊക്കെ പറയാനൊരു വേദി കിട്ടുക എന്നുള്ള ഒരിതായി. അങ്ങനെ ഞാൻ കോമഡി ഉത്സവത്തിൽ 2019 പോയി പങ്കെടുത്തു. പിന്നെ അതുവഴി നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടി. 2020 രാഷ്ട്രപതി ക്ഷണിച്ചിട്ട് ഗസ്റ്റ് ആയിട്ട് പോയിരുന്നു. തന്നിലെ രോഗാവസ്ഥയെ പറ്റി ആസിഫിന് നല്ല ബോധ്യമുണ്ട്. എന്നാൽ തളർന്നിരിക്കാൻ ആസിഫ് തയ്യാറായിരുന്നില്ല. രോഗാവസ്ഥയോട് പടവെട്ടി നേടിയതാണ് ആസിഫിന്റെ ഇന്നത്തെ ജീവിതം. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ആസിഫ് +2വിലും അതേ വിജയം തുടർന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ ആസിഫിന് IAS എന്നതാണ് സ്വപ്നം. എന്നാൽ ആ സ്വപ്നങ്ങളിലേക്ക് ആസിഫിനെത്താൻ കടമ്പകൾ ഏറെയുണ്ട്. പഠനം എൻ്റെ കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ, ടീച്ചേഴ്സൊക്കെ എന്നെ സഹായിക്കും. അവര് നോട്ട്സ് ഒക്കെ അയച്ചു തരും. കാരണം എഴുതാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നോട്ട്സ് ഒക്കെ അയച്ചു തരും, ഞാനത് എഴുതും. പിന്നെ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ കുറെ നോക്കി പഠിക്കും. പിന്നെ സിവിൽ സർവീസ് ആണ് ആഗ്രഹം. പക്ഷെ അതിനൊക്കെ എനിക്ക് സ്കോളർഷിപ്പ് എഴുതി കിട്ടിയായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ പോയിട്ട് വരാം. ഇപ്പൊ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ എനിക്ക് കിട്ടിയായിരുന്നു സിവിൽ സർവീസ് അക്കാഡമിയുടെ. പക്ഷെ അവിടെ പോയിട്ട് വരാനുള്ളൊരു ബുദ്ധിമുട്ട് എൻ്റെ വാപ്പാക്ക് ടാപ്പിംഗ് ആണ്. അപ്പം എന്നെ ഒരു 7 ദിവസം ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ 7 ദിവസത്തെ ക്ലാസ്സിന് എൻ്റെ വാപ്പാക്ക് എന്നെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ വാപ്പ വീട്ടിലെ കാര്യം നോക്കുവോ, അങ്ങനെയൊക്കെ ഒരു കാര്യത്തില് ഇപ്പൊ ആ ഒരു ആഗ്രഹം പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചേക്കാണ്. ഇതിനിടയിലും ശബ്ദാനുകരണ കലയിൽ പുതിയ പരീക്ഷണങ്ങളും ആസിഫ് നടത്തുന്നുണ്ട്. സെറിബ്രൽ പാൾസി എന്ന രോഗാവസ്ഥയോട് പൊരുതുന്ന കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും ആസിഫിന് പറയാനുള്ളത് ഇതാണ്. അവരോട് ഇപ്പൊ കണ്ടില്ലേ, എന്റെ വാപ്പയമ്മയും തന്നെയാണ് എന്റെ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ മാതാപിതാക്കൾ നിൽക്കുക. കാരണം നിങ്ങൾ കൊണ്ടുപോയിട്ട് ഈ മറ്റേ പിള്ളേരെ കൊണ്ടുപോയിട്ട് തള്ളിയിടുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, അവരെ ഉപേക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക. അവർക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് അവർക്ക് കുറെ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവരുടെ ഒരുപാട് സ്കിൽസ് ഉണ്ടാവും. അത് മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി അവരുടെ ടീച്ചേഴ്സും പാരന്റ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നിൽക്കേണ്ടത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് ആസിഫിന്റെ തുടർ പഠനം എങ്ങനെ നടത്തുമെന്നതിൽ ആശങ്കയുണ്ട്. എന്നിരുന്നാലും ആസിഫ് കുടുംബത്തിനൊപ്പം തന്റെ സ്വപ്നങ്ങളിലൂടെയുള്ള യാത്ര തുടരുകയാണ്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.